കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പൊങ്കാലയ്ക്ക് ശേഷമുള്ള വസ്തുക്കൾ കുന്നുകൂടി കിടക്കുന്നതായി കാണുന്നതിന് വേണ്ടി കഴിയുന്നു. എന്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ഉത്സവം കഴിഞ്ഞതിന് ശേഷം പൊങ്കാല കഴിഞ്ഞ ശേഷമുള്ള ശുചീകരണ പ്രവർത്തനം പൂർണ്ണമായി നടന്നില്ല? ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് വരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കോർപ്പറേഷൻ നടത്തേണ്ട ഉത്തരവാദിത്വം 100% നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ പൊങ്കാലയുടെ ശോഭ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അത് ജനങ്ങൾ തിരസ്കരിക്കും. ഇത്തരത്തിൽ മനോഹരമായി നടന്ന ഒരു ആചാരത്തെ കേവലം രാഷ്ട്രീയ താല്പര്യം വച്ചുകൊണ്ട്, പ്രത്യേകം ചിലപ്പോൾ ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടായിരിക്കും ചിലരൊക്കെ രംഗത്തിറങ്ങുന്നത്, വച്ചുകൊണ്ട് വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ആരോഗ്യകരമല്ല. അതിൽ നിന്നും പിന്മാറണം, അത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ കണ്ട മരമാടനും മാക്രിയും ഒക്കെ നടത്തിയ ഉത്സവം നമ്മളെയാണല്ലോ മച്ചമ്പി. എന്തന്വേഷിക്കാനാണ്? ആരാ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? ഇതേ വിദ്യാഭ്യാസ മന്ത്രിയിലെ പൊങ്കാലയുടെ പിറ്റേന്ന് രാവിലെ പറഞ്ഞത് കോർപ്പറേഷൻ കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു, നഗരമൊക്കെ ശുചീകരിച്ചു എന്ന്. എന്തേ വിദ്യാഭ്യാസ മന്ത്രിക്ക് പിറ്റേ ദിവസം രാവിലെ ഇതേ മന്ത്രിയല്ലേ പറഞ്ഞത്? ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. അതെ, ആരക്കാൽ സീനിയോറിറ്റി എത്തിയില്ല. എന്നെ പ്രസവിച്ച കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അദ്ദേഹം കുറച്ച് നേരത്തെ ജനിച്ചു. എന്നെക്കാളും 15 വർഷം മുമ്പ് ജനിച്ചു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ കയ്യിലും അദ്ദേഹത്തിന്റെ കയ്യിലും നിൽക്കുന്ന കാര്യങ്ങളിലാവുന്നു. ഈ വസ്തുത അംഗീകരിക്കണം. തോറ്റാൽ പിന്നെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, തോറ്റായിട്ട് അംഗീകരിക്കണം. പ്രശ്നം അതാണല്ലോ. ഈ തോൽവി ഇപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ തോറ്റത് ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഇപ്പോഴും ഈ എല്ലാ ഭരണ സംവിധാനങ്ങളും ഞങ്ങളുടെ കയ്യിലാണ് എന്നൊരു ധാരണ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തോന്നുന്നത്. എല്ലാം ഞങ്ങളാണ് ചെയ്യാവുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം ഭംഗിയായിട്ട് നോക്കട്ടെ, കോർപ്പറേഷന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഈ പൊങ്കാല ദിവസം തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്തെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചില്ലായിരുന്നു? അല്ല, മാധ്യമങ്ങൾ ഒരുപാട് ദൃശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ട്. എല്ലാം വാർത്തയും കാണാൻ പറ്റാറില്ല. പിന്നെ പണ്ടത്തെ പൊങ്കാല കഴിഞ്ഞ് ഞാൻ ഒരു മിനിറ്റ് പൊങ്കാല കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞുള്ള ദൃശ്യം എടുത്തു വെച്ചിട്ട് ഇന്നലെയും കിടക്കുന്നു എന്ന് പറഞ്ഞ് പുറത്തു വിട്ടവരുണ്ട്. കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ മാറ്റേണ്ട സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കൃത്യമായിട്ട് മാറ്റിയിട്ടുണ്ട്. ക്ഷേത്ര ട്രസ്റ്റിന്റെ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തെ, ഞാൻ എന്റെ മറുപടി പറഞ്ഞല്ലോ. കോർപ്പറേഷൻ മാറ്റേണ്ട സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. 25-30 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് 4 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ മാറ്റി ലക്ഷക്കണക്കിന് വന്ന ചുടുകല്ലും രാത്രി 10 മണിക്ക് മുമ്പ് ഞങ്ങൾ നിശ്ചയിച്ച സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ടെങ്കിൽ ഈ 5 സെന്റോ 10 സെന്റിലോ കിടക്കുന്ന പൂ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണോ? അല്ലെ, മന്ത്രിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മന്ത്രിയുടെ കീഴിലുള്ള സ്കൂളിൽ വർഷങ്ങളായിട്ട് ഇവിടെ പാർക്കിങ്ങിന്റെ പേരിൽ പിരിവ് നടത്തിയ ഞാൻ പറഞ്ഞവിടെ മന്ത്രി അറിയാം. ആരാണ്? അല്ല, പോയി ടാറൊന്നും കുഴിച്ചിടലെന്ന് പറയണം റഹീമിനോട്. കാര്യം അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ മാറ്റി. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. റഹീമിന്റെ ആവേശം കൊണ്ട് ഫുട്പാത്ത് ഒന്നും ഇടിക്കുകയോ ടാറൊന്നും കുഴിച്ചല്ലോ എന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, റഹീം ജില്ലാ സെക്രട്ടറി ആയെന്ന് ജനങ്ങൾ അറിയണം. റഹീം ജില്ലാ സെക്രട്ടറി ആയതിന്റെ സാന്നിധ്യം അറിയിക്കുവാൻ വേണ്ടിയാണ് റഹീം ഇതൊക്കെ. റഹീം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമുക്കറിയാം. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് മെൻസ് ഹോസ്റ്റലിന്റെ ഉള്ളിലുള്ള മാലിന്യം പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ മാറ്റിയിട്ടുണ്ട്. മറ്റുള്ള മാലിന്യങ്ങൾ മാറ്റാനായിട്ട് സാധിക്കില്ല. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു.
എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഈ ചുടുകട്ടകളൊക്കെ ശേഖരിച്ചിരുന്നോ എല്ലാ തരത്തിലും മുഴുവനായിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞ താങ്കൾ കേട്ടില്ലേ? അടുത്ത ചോദ്യം ഓർത്തുകൊണ്ടിരുന്നാൽ അത് കേട്ടുണ്ടല്ലോ. അല്ല, ചിരിക്കാനല്ല. ഞാൻ ചിരിച്ചില്ല. ചിരിച്ച അരുണാണ്. അരുണ്ടാണ് പറഞ്ഞു ചിരിക്കരുത്. ഈ കർണകിയുടെ കർണപടങ്ങളിലെ കണ്ണീർ പാദം പ്രയോഗിക്കുന്നത് പോലെ സംരംഭങ്ങളിൽ പ്രയോഗിക്കുന്ന പോലെ പ്രയോഗിച്ചിട്ടും നമ്മുടെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു പ്രതികരണവും പ്രതിഷേധവും ഇതുവരെ രേഖപ്പെടുത്തി കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. എനിക്ക് മനസ്സിലായില്ല ചോദ്യം. തമ്പുരാനറിയാ അവസാനത്തെ മാത്രം മനസ്സിലായി, മറ്റേത് മനസ്സിലായില്ല. നാട്ടുകാലിന്റെ സംഭവമാണ് പറയുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കണ്ണീർ പ്രയോഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ണീർ വാതക പ്രയോഗമായിരുന്നു. അല്ല, ഒരു ഭരണസമിതിയും ഒരു മേയറും ഒക്കെ പ്രതികരിക്കുന്നതിന് ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അത് വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നടത്തിയിട്ടുണ്ട്. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ഇനി അതൊക്കെ പറയേണ്ടി വരണമെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മുടെ പ്രശാന്ത് തന്നെ പറഞ്ഞു എന്താ എയർ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് വെള്ളം കിട്ടാത്തത്. MLA തന്നെ പറഞ്ഞു എയർ ബ്ലോക്ക് മാറ്റാനുള്ള മെക്കാനിസം കോർപ്പറേഷനില്ലെന്നറിയാം. എന്താണ് അതെ, അതൊക്കെ ജനങ്ങൾ ചിന്തിക്കട്ടെ. എല്ലാം ഞാൻ നമ്മൾ പറയണ്ടല്ലോ, ജനങ്ങൾ ചിന്തിക്കട്ടെ. മറ്റൊരു കാര്യം കൂടി, ഇന്നലെ ഈ ശുചീകരണ തൊഴിലാളികൾ തന്നെ നഗരത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഞങ്ങൾ കണ്ടില്ല, ഞാൻ കണ്ടിരുന്നു. അപ്പം ചെയ്യാൻ പറ്റില്ല. വേറെ എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത് എങ്ങനെയാ? ഈ അന്വേഷണം അങ്ങേക്കെതിരെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോ രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണൽ കയറ്റി അയക്കരുതേ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ആളാണല്ലോ, തോറ്റു എന്ന് അംഗീകരിച്ചാൽ മതി, പ്രശ്നമൊക്കെ മാറും. വന്ദേ മാതരം, വന്ദേ ഭാരേട്ടാ, മോള് വിധവയാവുന്ന തോന്നുന്നു. വന്ദേ മാതരം. ഓ